ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ആരാധനക്രമ വർഷത്തിൽ ഇതിനു മുമ്പുള്ള വിവിധ എപ്പിസോഡുകളിലായി ആരാധനക്രമ സംബന്ധമായ വിവിധ വിഷയങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കിയുണ്ടായി. ഈ എപ്പിസോഡിൽ മലങ്കര ആരാധനക്രമവും ആരാധനക്രമ സംഗീതവും എന്ന വിഷയമാണ് കൈകാര്യം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആരാധനയും ആരാധനക്രമ സംഗീതവും തമ്മിലുള്ള ബന്ധം എന്താണ്? ആരാധനക്രമത്തിൽ ആരാധനക്രമ സംഗീതത്തിൻ്റെ സ്ഥാനം എന്താണ് എന്നാണ് നമ്മൾ ഈ എപ്പിസോഡുകളിലായിട്ട് കാണുവാനായിട്ട് പോവുക. പൊതുവെ പറഞ്ഞാൽ സംഗീതം മനുഷ്യകുലത്തോടുള്ള ദൈവ സ്നേഹത്തിൻ്റെയും ദൈവത്തോടുള്ള മനുഷ്യ സ്നേഹത്തിൻ്റെയും അടയാളവും പ്രതീകവുമാണ്. നാം ദൈവസൃഷ്ടി എന്ന നിലയിലും ദൈവം സൃഷ്ടാവ് എന്ന നിലയിലും സംഗീതത്തിലൂടെ നാം ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള കൂട്ടായ്മയുടെ ഉപകരണമാണ് സംഗീതം. സംഗീതത്തിൻ്റെ ശക്തി എന്താണ്? പ്രാധാന്യം എന്താണ്? സംഗീതം ദൈവത്തിങ്കിലേക്ക് മനുഷ്യരെ ഉയർത്തുവാനും വിശ്വാസികളുടെ ഹൃദയങ്ങളെ തൊട്ടുണർത്തുവാനുമുള്ള ശക്തമായ മാർഗമാണ്. സംഗീതം ഒരു ചികിത്സാ മാർഗവുമാണ്. സംഗീതത്തെ പലപ്പോഴും പലരും വിശേഷിപ്പിക്കുന്നത് മ്യൂസിക് തെറാപ്പി എന്നാണ്. ഒരു തെറാപ്പിയാണ്. അത്രമാത്രം സൗഖ്യശക്തി സംഗീതത്തിന് ഉണ്ട് എന്നുള്ളതാണ്. മനുഷ്യന് ശാന്തതയും മനസ്സമാധാനവും സന്തോഷവും ഉല്ലാസവും ആനന്ദവും ഒക്കെ പ്രദാനം ചെയ്യാനുള്ള ഒരു സൗഖ്യശക്തി മ്യൂസിക്കിനുണ്ട്, സംഗീതത്തിനുണ്ട്. അതുകൊണ്ട് സംഗീതത്തിലൂടെ ഒരു വ്യക്തി ആത്മീയമായ സന്തോഷത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. ആരാധനയിൽ ദൈവവുമായി ബന്ധപ്പെടുന്നതിന് മനുഷ്യൻ ഉപയോഗിക്കുന്ന ആകർഷണീയ മാർഗമാണ് ആരാധനക്രമ സംഗീതം. ആരാധനക്രമ സംഗീതത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഭക്തിയാണ്. ഭക്തിയാണ് ആരാധനക്രമ സംഗീതത്തിൻ്റെ ആത്മാവും പ്രചോദനവും. ഭക്തിയില്ലാത്തതും ഭക്തി ജനിപ്പിക്കാത്തതുമായ സംഗീതം ആരാധനയ്ക്ക് യോജിച്ചതല്ല. അതുകൊണ്ടാണ് പലപ്പോഴും പറയുക, നമ്മുടെ ആരാധന ഗീതങ്ങളുടെ കാതൽ എന്ന് പറയുന്ന മർമ്മം എന്ന് പറയുന്ന ഭക്തിയാണ്. ഭക്തി ജനിപ്പിക്കുന്ന ഗീതങ്ങളാണ് ആരാധനാ ഗീതങ്ങൾ. ഭക്തി ജനിപ്പിക്കാത്ത, ഭക്തി നമുക്ക് അനുഭവവേദ്യമല്ലാത്ത ഗീതങ്ങൾ ആരാധനയ്ക്ക് യോജിച്ചതല്ല. അതുകൊണ്ട് മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ ആരാധനക്രമത്തിലുള്ള ഗീതങ്ങളല്ലാതെ പുറത്തുനിന്ന് ഗീതങ്ങൾ നമ്മൾ അനുവദിക്കുന്നില്ല. കാരണം മറ്റ് ഗീതങ്ങളിലേക്ക് ഒക്കെ പോകുമ്പോൾ സംഭവിക്കുന്ന ഇതാണ്, പലപ്പോഴും ഭക്തിജന്യമല്ലാത്ത, ഭക്തി ജനിപ്പിക്കാത്ത, ഭക്തിയുടെ അനുഭവം ഇല്ലാത്ത ഗീതങ്ങളിലേക്ക് മനുഷ്യർ പോകുവാനായിട്ട് ഇടയുണ്ട്. ആരാധനാ സംഗീതത്തിൻ്റെ വേദപുസ്തക പശ്ചാത്തലം എന്താണ്? പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഗാനങ്ങൾ ആലപിക്കുന്ന ജനസമൂഹത്തെപ്പറ്റി. യഹൂദന്മാർ അവരുടെ സങ്കീർത്തനങ്ങൾ, പ്രത്യേകിച്ചും 113 മുതൽ 128 വരെയുള്ള സങ്കീർത്തനങ്ങളെ ഹല്ലേൽ ഗീതങ്ങളായിട്ടാണ് അവർ പ്രത്യേകമായും കരുതിയിരുന്നത്. അവരുടെ പ്രധാന തിരുനാളുകളിൽ ആലപിക്കാനായിട്ടുള്ള ഗീതങ്ങളായിരുന്നു ഈ ഹല്ലേൽ ഗീതങ്ങൾ. അവർ സംഗീതോപകരണങ്ങളുടെ അകമ്പടിയോടുകൂടി ഭക്തി നിർഭരമായാണ് ഈ ഗീതങ്ങൾ ആലപിച്ചിരുന്നത്. ക്രിസ്തുമതത്തിൻ്റെ ഉത്ഭവത്തോടൊപ്പവും ക്രിസ്തീയ ആരാധന സംഗീതവുമായി ബന്ധപ്പെടുത്തിയാണ് നിർവഹിച്ചിരുന്നത്. പുതിയ നിയമത്തിൽ നാം കാണുന്നുണ്ട്, അന്ത്യ അത്താഴത്തിന് ശേഷം യേശുവും ശിഷ്യന്മാരും കീർത്തനം ആലപിച്ചിട്ടാണ് പീഡാനുഭവത്തിൻ്റെ ഒരുക്കത്തിനായി ഒലിവ് മലയിലേക്ക് പോകുന്നത് എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവർ സ്തോത്രഗീതം ആലപിച്ച ശേഷം ഒലിവ് മലയിലേക്ക് പോയി. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 26-ാം അധ്യായം 30-ാം വാക്യം. സ്തോത്രഗീതം ആലപിച്ചതിന് ശേഷം പൗലോസ് അപ്പോസ്തലനും എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവിൻ, ഗാനാലാപങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുവിൻ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യത്തിൽ നമ്മൾ അപ്രകാരം കാണും. ഈ വിധത്തിൽ ആദിമസഭയെ വിശേഷിപ്പിക്കുന്ന ഒരു ആലാപന സഭ, സിംഗിങ് ചേർച്ച് എന്നാണ്. അവരുടെ ഗാനാലാപനം ആരാധനയുടെ ഭാഗം മാത്രമായിരുന്നില്ല, ആരാധന തന്നെയായിരുന്നു. സ്തുതികളിൽ വസിക്കുന്നവനുമായുള്ള അടുപ്പം സ്ഥാപിക്കുവാനുള്ള മാർഗമായിരുന്നു അത്.
ആദിമസഭ ആരാധനയിലും സംഗീതത്തിലും യഹൂദ പാരമ്പര്യം തന്നെ കാത്തു സൂക്ഷിച്ചു. കർത്തൃബലിക്ക് കൃതജ്ഞതയുടെ കീർത്തനങ്ങളാണ് ആലപിച്ചിരുന്നത്. പ്രത്യേകിച്ചും 118 സങ്കീർത്തനം അപ്രകാരം നമ്മൾ മനസ്സിലാക്കും. യഹൂദ പശ്ചാത്തലത്തിൽ 7 യാമങ്ങളിലായി നടത്തിയിരുന്ന യാമപ്രാർത്ഥനകളിലും സങ്കീർത്തനങ്ങൾ ആലപിച്ചിരുന്നു. ആദിമ ക്രൈസ്തവരും യഹൂദന്മാർ സിനഗോഗിൽ ആലപിച്ചിരുന്ന ഈണങ്ങളും രീതികളും അവരുടെ പ്രാർത്ഥനകളിൽ ഉൾക്കൊള്ളിച്ചു. അതിനായി അവർ സങ്കീർത്തനങ്ങൾ, ഗാനങ്ങൾ, ആത്മീയ ഗീതങ്ങൾ എന്നീ 3 തരത്തിലുള്ള കീർത്തനങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. നമുക്കറിയാം, AD 313 കോൺസ്റ്റന്റൈൻ ചക്രവർത്തി മിലാൻ വിളംബരം പുറപ്പെടുവിച്ചതിലൂടെ മതസ്വാതന്ത്ര്യം അനുവദിക്കുകയുണ്ടായി. അതോടുകൂടി ആരാധനയിൽ സംഗീതത്തിന് വലിയ സ്ഥാനം ഉണ്ടാകുകയും അത് പെട്ടെന്ന് വികാസം പ്രാപിക്കുകയും ചെയ്തു. 6-ാം നൂറ്റാണ്ടിൽ ഗ്രിഗോറിയൻ സംഗീതം ഉടലെടുത്തുവെങ്കിലും 9-10 നൂറ്റാണ്ടുകളിലാണ് അത് ശക്തി പ്രാപിച്ച് റോമൻ കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക സംഗീതമായി രൂപപ്പെട്ടത്. ഭാരതത്തിലും നമുക്കറിയാം, ഓരോ മതത്തിനും അതിൻ്റേതായ ആരാധനാ സംഗീതമുണ്ട്. ഭാരതീയ സംഗീതം എന്നറിയപ്പെടുന്ന കർണാട്ടിക് സംഗീതവും ഹിന്ദുസ്ഥാനി സംഗീതവും ഹിന്ദു മതവുമായും അതിൻ്റെ സംഗീതവുമായും ഏറെ ചേർന്ന് നിൽക്കുന്നു. ഇസ്ലാം മതം നമുക്കറിയാം, പൊതുവെ അറബിക് സംഗീതവും സുറിയാനി ക്രൈസ്തവരായ നമ്മൾ സുറിയാനി സംഗീതവുമാണ് ആരാധനയിൽ ഉപയോഗിക്കുക. ഇനി 2-ാം വത്തിക്കാൻ കൗൺസിൽ എന്താണ് തിരുക്കർമ്മ ഗീതങ്ങളെപ്പറ്റി, ആരാധനക്രമ സംഗീതത്തെപ്പറ്റി പറയുക എന്നതാണ് നമ്മൾ കാണുവാനായിട്ട് പോവുക. 2-ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ആരാധനക്രമത്തെക്കുറിച്ചുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പേര് നമുക്കറിയാം, സാക്രോസാങ്ക്തും കൊഞ്ചീലിയും. അതിൻ്റെ 7 അധ്യായങ്ങളിലെ 6-ാമത്തെ അധ്യായം തിരുക്കർമ്മ സംഗീതത്തെക്കുറിച്ചാണ്, ആരാധനക്രമ സംഗീതത്തെക്കുറിച്ചാണ്. തിരുക്കർമ്മ സംഗീതം, അതേക്കുറിച്ചുള്ള സഭാപാരമ്പര്യം ഒരമൂല്യ നിക്ഷേപമായിട്ടാണ് കൗൺസിൽ പഠിപ്പിക്കുന്നത്. വീണ്ടും പറയുകയാണ്, മറ്റേത് കലയേക്കാളും കൂടുതൽ സംഗീതം സഭയിൽ വിലമതിക്കപ്പെടുന്നു. കൗൺസിൽ നമ്മോട് പറയുന്നത് ഇങ്ങനെയാണ്: തിരുക്കർമ്മ ഗീതങ്ങളുടെ ലക്ഷ്യം ദൈവമഹത്വവും വിശ്വാസികളുടെ വിശുദ്ധീകരണവുമാണെന്ന് സാക്രോസാങ്ക്തും കൊഞ്ചീലിയത്തിൻ്റെ നമ്പർ 112 വ്യക്തമാക്കുന്നു. അതിനാൽ ആരാധനാ സംഗീതത്തിൻ്റെ മഹത്തായ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുവാൻ വിശ്വാസികളെ കൗൺസിൽ ഓർമ്മപ്പെടുത്തുന്നു. തിരുക്കർമ്മ ഗീതങ്ങളെ അതീവ ജാഗ്രതയോടെ പരിരക്ഷിക്കുകയും വിശേഷിപ്പിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. തിരുക്കർമ്മങ്ങൾ ഗാനാലാപത്തോടെ നടത്തുന്ന അവസരങ്ങളിൽ വിശ്വാസ സമൂഹത്തിന് അതിൻ്റേതായ സജീവ ഭാഗഭാഗിത്വം വഹിക്കുവാൻ കഴിയത്തക്ക വിധം അത് ക്രമീകരിക്കേണ്ടതാണെന്നും ഈ പ്രബോധനത്തിലെ 114-ാം നമ്പറിൽ ഓർമ്മിപ്പിക്കുന്നു. തിരുക്കർമ്മ ഗീതങ്ങൾ മനസ്സുകളുടെ ഐക്യത്തെ പരിപോഷിപ്പിക്കുകയും തിരുക്കർമ്മങ്ങൾ നന്നായി പരികർമ്മം ചെയ്യുവാൻ ഇടയാക്കുകയും ആരാധനയിൽ ഭക്തിപൂർവം സംബന്ധിക്കുവാൻ വിശ്വാസികളെ സഹായിക്കുകയും ചെയ്യുന്നു എന്നാണ് കൗൺസിൽ പഠിപ്പിക്കുക. അതുകൊണ്ട് ആരാധനയിൽ ഗായകസംഘത്തിൻ്റെ പ്രാധാന്യവും ഗായകസംഘം എങ്ങനെ ആരാധനയിൽ സംബന്ധിക്കണം എന്നതിനെപ്പറ്റിയും കൗൺസിൽ സൂചിപ്പിക്കുന്നുണ്ട്. വിശ്വാസികളുടെ ശബ്ദം മുഴങ്ങിക്കേൾക്കത്തക്ക വിധം ഗാനങ്ങൾ ആലപിക്കുന്ന രീതി ഗായകസംഘം പരിപോഷിപ്പിക്കണമെന്നും കൗൺസിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആരാധനക്രമ സംഗീതത്തിന് ആരാധനയിൽ വലിയ പ്രാധാന്യം ഉണ്ട് എന്നുള്ളതുകൊണ്ട് സംഗീത പഠനത്തിനും പരിശീലനത്തിനും വലിയ പ്രാധാന്യം നൽകണം എന്ന് കൗൺസിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സഭയുടെ അമൂല്യനിധിയായ തിരുക്കർമ്മ സംഗീതം നന്നായി പരികർമ്മം ചെയ്യുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനും വേണ്ട നിർദ്ദേശങ്ങൾ കൗൺസിൽ ഈ പ്രബോധന രേഖയിലൂടെ നൽകുന്നുണ്ട്. തിരുക്കർമ്മ ഗീതങ്ങളിലൂടെ പ്രാർത്ഥന കൂടുതൽ ആകർഷകവും ഹൃദയ ഐക്യത്തിൻ്റെ പരിപോഷണവും സംഭവിക്കുന്നത് വഴി ഭൗമിക ആരാധന സ്വർഗീയ ആരാധനയെ പ്രതിധ്വനിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് കൗൺസിൽ പഠിപ്പിക്കുന്നു. ഇനി ആരാധനക്രമ സംഗീതം ആരാധനയുടെ അവിഭാജ്യ ഘടകം എന്നതിനെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കുക. ആരാധനാ സംഗീതം വിശ്വാസിയുടെ ആത്മീയ പരിപോഷണത്തിനും ഭക്തിയിൽ വളരുന്നതിനും ദൈവാനുഭവം സ്വന്തമാക്കുന്നതിനും നമ്മെ സഹായിക്കുന്നു എന്നാണ് സഭ നമ്മെ ഓർമ്മിപ്പിക്കുക. ആരാധനാ സംഗീതം സഭയുടെ ഔദ്യോഗികമായ പരസ്യ ആരാധനയിൽ ഉപയോഗിക്കുന്ന സംഗീതമാകയാൽ ഗാനങ്ങളും കീർത്തനങ്ങളും ആരാധനയോട് ചേർത്ത് വച്ചിരിക്കുന്ന ഒരു ആഭരണമോ അലങ്കാരമോ അല്ല, മറിച്ച് വിശ്വാസ സമൂഹത്തെ ദൈവീക രഹസ്യങ്ങളിലേക്ക് ആഴപ്പെടുത്തുവാനും അതിൻ്റെ ആന്തരികതയിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലുവാനും ദൈവാനുഭവത്തിലും ഭക്തിയിലും ജീവിക്കുവാനും നമ്മെ സഹായിക്കുന്നു.
ആരാധനയുടെ അവിഭാജ്യ ഘടകം എന്ന നിലയിൽ ആരാധനാ സംഗീതത്തിന് ദൈവ മഹത്വവും വിശ്വാസികളുടെ വിശുദ്ധീകരണവും എന്ന ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കുവാനുള്ള അതിസ്വാഭാവികമായ കഴിവുണ്ട് എന്നാണ് സഭ നമ്മെ ഓർപ്പിക്കുക. സംഗീതം വിശുദ്ധമാണെന്നും ദൈവികമാണെന്നും അത് ആരാധനയുടെ അഭേദ്യമായ ഭാഗമാണെന്നുമാണ് വത്തിക്കാൻ കൗൺസിൽ നമ്മളോട് പറയുക. വിശ്വാസികളുടെ ഹൃദയത്തെ സ്പർശിക്കുവാൻ ആരാധനാ സംഗീതത്തിന് കഴിയും. അതിലൂടെ ആരാധനാ സമൂഹത്തിന് ഒരു ഹൃദയം, ഒരു മനസ്സ്, ഒരു ശബ്ദം എന്ന രീതിയിൽ പരസ്പരം കൂട്ടായ്മയിലായിരിക്കുവാനും കഴിയും. ആത്മീയതയുടെ ആഴങ്ങളിലേക്കും സ്വർഗീയ അനുഭവത്തിലേക്കും ഒരു വ്യക്തിയെ നയിക്കുവാനും എത്തിക്കുവാനും ആരാധനാ സംഗീതത്തിന് സാധിക്കും. പ്രാർത്ഥനകളുടെ ആന്തരിക അർത്ഥത്തിലേക്കും ആഴങ്ങളിലേക്കും ഒരുവൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും പ്രവേശിപ്പിക്കുവാനും സംഗീതത്തിന് കഴിയും. ഹൃദയങ്ങൾ ദൈവത്തിങ്കിലേക്ക് ഉയർത്തപ്പെടുന്നതിൽ സംഗീതത്തിന് വലിയ ശക്തിയുണ്ട് എന്നാണ് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ സൂചിപ്പിച്ചിട്ടുള്ളത്. 1955 പുറപ്പെടുവിച്ച പിയൂസ് 12 മാർപ്പാപ്പായുടെ ചാക്രിക ലേഖനമായ മ്യൂസിക്കായെ സക്രായയിൽ തിരുക്കർമ്മഗീതങ്ങളുടെ ശരിയായ പരിശീലനത്തിൻ്റെയും ഭംഗിയായ ആലാപനത്തിൻ്റെയും പ്രാധാന്യത്തെ മാർപ്പാപ്പ എടുത്ത് കാട്ടുന്നുണ്ട്. ആരാധനാ സംഗീതം വിശ്വാസികളുടെ ആത്മീയ സന്തോഷത്തെയും ആത്മാവിൻ്റെ ആനന്ദത്തെയും ഉയർത്തുന്നുവെന്ന് മാർപ്പാപ്പ സൂചിപ്പിക്കുന്നു. സംഗീത ആലാപനത്തിലൂടെ വിശ്വാസിയുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാനും വിശ്വാസത്തെ ശക്തിപ്പെടുത്തുവാനും കഴിയുന്നു എന്നതാണ്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ കാറ്റക്കിസ് ഓഫ് ദി കാത്തലിക് ചർച്ച് 1158 പ്രകാരം പറയുന്നു: ആരാധനാ സംഗീതം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 3 പ്രധാന മാനദണ്ഡങ്ങൾ. 1. പ്രാർത്ഥനയുടെ മനോഹാരിത. 2. വിശ്വാസികളുടെ കൂട്ടായ പങ്കുചേരൽ. 3. തിരുക്കർമ്മങ്ങളുടെ ആഘോഷ സ്വഭാവം. ഇനി മലങ്കര ആരാധനക്രമവും സുറിയാനി സംഗീതവും എന്ന ആശയമാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോവുക. ഇന്ന് മലങ്കര സഭകളിൽ പാശ്ചാത്യ സുറിയാനി പാരമ്പര്യത്തിലുള്ള സംഗീതമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. സുറിയാനി സംഗീതത്തിൻ്റെ പാശ്ചാത്യ പാരമ്പര്യം 4-ാം നൂറ്റാണ്ടോടുകൂടി വലിയ മാറ്റത്തിന് വിധേയമായി. പ്രത്യേകിച്ചും മാർ അപ്രേം, സാറൂഗിലെ മാർ യാക്കോബ്, മാർ ബാലായി എന്നീ സുറിയാനി സഭാപിതാക്കന്മാരുടെ സംഭാവനകൾ ആരാധനാ പാരമ്പര്യത്തെ കൂടുതൽ ശക്തമായി വഴിതെളിക്കുകയും ആരാധനക്രമ സംഗീതത്തിന് വലിയ അടിത്തറ പാകുകയും ചെയ്തു. സുറിയാനി സംഗീതത്തിൻ്റെ മനോഹാരിതയും ഭംഗിയും എത്ര വലുതാണെന്നും ഭക്തി നിർഭരമാണെന്നും വ്യത്യസ്ത രാഗങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ കഴിയും. സുറിയാനി സംഗീതം വിശ്വാസികളെ ഭക്തിയിലേക്കും ദൈവാനുഭവത്തിലേക്കും ഉയർത്തുന്നു. ഇന്ന് നാം കാണുവാനായിട്ട് പോകുന്നത് പാശ്ചാത്യ സുറിയാനി ആരാധനക്രമത്തിലെ പ്രാർത്ഥനകളും ഗീതങ്ങളും ചിട്ടപ്പെടുത്തിയ പ്രധാന സഭാപിതാക്കന്മാരും സുറിയാനി പണ്ഡിതരും ആരൊക്കെ എന്നാണ്. അതിൽ ഏറ്റവും അഗ്രഗണ്യനായ സഭാപിതാവാണ് നിസീബിസിലെ മാർ അപ്രേം. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു സഭാപിതാവ്. അദ്ദേഹം ധാരാളം കവിതകളും പ്രാർത്ഥനകളും എഴുതിയിട്ടുണ്ട്. അവയൊക്കെ ഇന്ന് നമ്മുടെ ആരാധനക്രമത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നുമുണ്ട്. അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങളിൽ ഭൂരിഭാഗവും അക്കാലത്ത് നിലനിന്നിരുന്ന പല പാഷണ്ഡതകളെയും വേദവിപരീതങ്ങളെയും ഖണ്ഡിച്ച് സത്യവിശ്വാസവും സഭയുടെ പ്രബോധനങ്ങളും കാത്തു സൂക്ഷിക്കുന്ന ഗീതങ്ങളായിരുന്നു. പ്രത്യേകിച്ചും ആര്യനിസവും മനിക്കേയിസവും പോലെയുള്ള വേദവിപരീതങ്ങളും പാഷണ്ഡതകളും നിലനിന്നിരുന്ന ഒരു കാലയളവിൽ, പാഷണ്ഡതകളൊക്കെ കീർത്തനങ്ങളിലൂടെ പ്രചരിപ്പിക്കപ്പെട്ടിരുന്ന ഒരു കാലയളവിൽ അതിനെ നേരിടുവാനായിട്ട് മാർ അപ്രേം സ്വീകരിച്ചിരുന്നതും കീർത്തനങ്ങളായിരുന്നു. അതുകൊണ്ടാണ് ധാരാളം കീർത്തനങ്ങളായി ഇന്ന് നമ്മുടെ ആരാധനക്രമത്തിൽ നമ്മൾ ഉപയോഗിക്കുക. പാഷണ്ഡതകൾ ധാരാളം കീർത്തനങ്ങളിൽ എഴുതപ്പെട്ടപ്പോൾ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് അതിനെ നേരിട്ടുകൊണ്ട് സത്യവിശ്വാസവും സഭയുടെ പ്രബോധനമൊക്കെ പ്രചരിപ്പിക്കുവാനും പഠിപ്പിക്കുവാനും സഭാപിതാക്കന്മാർ ഉപയോഗിച്ച മാർഗവും ഗീതങ്ങൾ തന്നെയായിരുന്നു. മറ്റൊരു സഭാപിതാവാണ് മാർ ബാലായി. 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഈ സഭാപിതാവ് ബൗസോ പോലെയുള്ള ധാരാളം ഗീതങ്ങൾ രചിച്ചിട്ടുണ്ട്. അതിൻ്റെ ഘടന കൊണ്ടും ലളിത സ്വഭാവം കൊണ്ടും ഈണം കൊണ്ടും ഒക്കെ ഈ ഗാനങ്ങൾ ഏറെ ശ്രദ്ധ അറിയിക്കുന്നു. മറ്റൊരു വ്യക്തിത്വമാണ് സാറൂഗിലെ മാർ യാക്കോബ്. ആരാധനക്രമത്തിൽ നാം ഉപയോഗിക്കുന്ന ധാരാളം ബൗസുകൾ, യാക്കോബിൻ്റെ ബൗസുകൾ, അതിന് പുറമെ അനേകം മദ്രോശോ, സൂഗീസോ എന്നീ സുറിയാനി കീർത്തനങ്ങളും അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. സുറിയാനി ആരാധനക്രമത്തിനും സംഗീതത്തിനും
വലിയ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് അദ്ദേഹം. മറ്റൊരു വ്യക്തിത്വമാണ് അന്ത്യോക്യായിലെ സേവേറിയോസ്. നിരവധി മാനീസാകൾ, കോലോകൾ, തക്ശബ്ദോ, മദ്രോശോ എന്നിവ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് സുറിയാനി ഗീതങ്ങൾ ഓരോ ദിവസത്തിനും തിരുനാളുകൾക്കും അനുയോജ്യമായ വിധത്തിൽ അഷ്ടരാഗങ്ങളിൽ അഷ്ടനിറങ്ങളിൽ പാടാമെന്ന് കണ്ടുപിടിച്ചത്. അത്രമാത്രം വലിയൊരു സംഭാവന സംഗീത മേഖലയിൽ, ആരാധനക്രമ സംഗീതത്തിൽ അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. മറ്റൊരു വ്യക്തിത്വമാണ് അന്ത്യോക്യായിലെ മാർ ഇസ്ഹാക്ക്. 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഈ സന്യാസി, അദ്ദേഹത്തിൻ്റെ സന്യാസ ജീവിതത്തിൽ നിന്ന് തന്നെ ലഭിച്ച ശക്തിയാലാണ് തൻ്റെ രചനകളൊക്കെ നടത്തിയിരുന്നത്. പ്രത്യേകിച്ചും മാർ അപ്രേമിൻ്റെ രീതി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ രചനകളിൽ നാം കാണുക. മറ്റൊരു പ്രധാന വ്യക്തിയാണ് ശമഊൻ കൂക്കോയോ. സുറിയാനി ക്രൈസ്തവർക്ക് വളരെ സുപരിചിതമായ പദമാണ് കൂക്കോയോ. കൂക്കോയോ രാഗത്തിൽ നമുക്ക് ധാരാളം കീർത്തനങ്ങളുണ്ട്. കൂക്കോയോ എന്ന് പറഞ്ഞാൽ പാത്രം നിർമ്മിക്കുന്നവൻ, കുശവൻ എന്നാണ് അർത്ഥം. സാറൂഖിലെ യാക്കോബിൻ്റെ സമകാലീനായ ശമഊൻ്റെ ജോലി പാത്രം നിർമ്മിക്കലായിരുന്നു. പാത്രങ്ങൾ നിർമ്മിക്കുന്ന സമയത്ത് യന്ത്രങ്ങൾ പുറപ്പെടുവിക്കുന്ന പ്രത്യേക ശബ്ദത്തെ അദ്ദേഹം ദൈവിക സംഗീതം ആയി രൂപാന്തരപ്പെടുത്തുകയും പാത്രങ്ങൾ നിർമ്മിക്കുന്ന സമയത്ത് ഗാനങ്ങൾ രചിക്കുകയും അവ ചുരുളുകളിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. ശമഊൻ കൂക്കോയുടെ കീർത്തനങ്ങൾ വളരെ ലളിതവും ഉന്നതവുമായ ചിന്തകൾ ഉൾക്കൊള്ളുന്നവയാണ്. നമുക്ക് വളരെ പരിചിതമായ ഒരു രാഗവും ഗീതവുമാണ് കൂക്കോയോ. വിശ്വാസികളുടെ ഹൃദയങ്ങളെ സ്പർശിക്കുന്ന തരത്തിൽ അവയ്ക്ക് വലിയ ആകർഷക സ്വഭാവമുണ്ട്. ഗീതങ്ങളെല്ലാം വേദപുസ്തകാധിഷ്ഠിതമാകിയാൽ ആത്മീയതയുടെ ഉന്നതമായ പടവുകളിലേക്ക് ഈ ഗീതങ്ങൾ വിശ്വാസികളെ നയിക്കുന്നു. മറ്റൊരു പ്രധാന വ്യക്തിയാണ് എഡേസായിലെ യാക്കോബ്. 7-8 നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന ഈ പിതാവ് സുറിയാനി ഭാഷയുടെ സുവർണ കാലഘട്ടത്തിലാണ് ജീവിച്ചതും എഴുതിയതുമൊക്കെ. സഭയുടെ വിവിധ തിരുനാളുകൾക്കുള്ള കലണ്ടറും ഓരോ തിരുനാളിനനുസരിച്ചുള്ള മദ്രോശോയും അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ട്. നിരവധി കീർത്തനങ്ങൾക്ക് പുറമെ വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്ന ഹൂത്തോമകളും അദ്ദേഹമാണ് രചിച്ചതെന്നാണ്. നിരവധി കീർത്തനങ്ങൾക്ക് പുറമെ വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കാനുള്ള നിരവധി ഹൂത്തോമകളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഇനി സഭാപിതാക്കന്മാർ രചിച്ചിട്ടുള്ള സുറിയാനി കവിതകൾ അത് വിവിധ രൂപങ്ങളിലും മാത്രകളിലും അളവുകളിലുമുള്ളതാണ്. അതേപ്പറ്റിയാണ് നമ്മൾ കാണാനായിട്ട് പോവുക. സുറിയാനി കീർത്തനങ്ങൾ വിവിധ രൂപത്തിലും അളവിലുമാണ് ചിട്ടപ്പെടുത്തിയിരിക്കുക. ചില ഗാനങ്ങളുടെ ഓരോ വരിയും ആരംഭിക്കുന്നത് ഒരേ അക്ഷരം ഉപയോഗിച്ചാണ്. എല്ലാ വരിയുടെയും ആരംഭം ഒരേ അക്ഷരത്തിൽ ആരംഭിക്കുന്നതിനെ അക്രോസ്റ്റിക് സ്റ്റൈൽ എന്നാണ് വിളിക്കുക. അപ്പോൾ അക്രോസ്റ്റിക് സ്റ്റൈലിൽ എഴുതിയിട്ടുള്ള കീർത്തനങ്ങൾ, പ്രത്യേകിച്ചും സൂഗീസോ പോലെയുള്ള പല കീർത്തനങ്ങളും അക്രോസ്റ്റിക് സ്റ്റൈലിലാണ്. എല്ലാ വരികളുടെയും ആരംഭം ഒരേ അക്ഷരം തന്നെ. അതൊരു വലിയ വൈദഗ്ധ്യമാണ് അങ്ങനെ രചിക്കുവാനായിട്ടുള്ളത്. മലയാളത്തിലും ചില ഗീതങ്ങളൊക്കെ നമ്മൾ അപ്രകാരം കണ്ടിട്ടുണ്ട്. പ്രസാദ കളഭം തൂകി പ്രകാശകിരണം വീശി പ്രഭാമയൻ തിരുനാഥൻ പ്രഭാതമായി വരുമുലകിൽ. വെച്ചുള്ള അക്ഷരം സുറിയാനി കവിതകളിൽ സുറിയാനി സഭാപിതാക്കന്മാർ സ്വീകരിച്ചിട്ടുള്ളത് ഈ അക്രോസ്റ്റിക് സ്റ്റൈൽ. പല ഗീതങ്ങൾക്കും അവരുപയോഗിച്ചിട്ടുള്ള ഒരു സ്റ്റൈൽ അക്രോസ്റ്റിക് സ്റ്റൈലാണ്. എല്ലാ വരികളുടെയും ആദ്യാക്ഷരം ഒരേ അക്ഷരം തന്നെ എന്നുള്ള രീതിയിൽ. സുറിയാനി സംഗീതത്തിൻ്റെ പ്രധാന സിലബിക് സ്ട്രക്ചർ, ധാരാളം അളവുകളിൽ സുറിയാനി കീർത്തനങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പ്രധാനമായും 4 അളവുകളെ പറ്റിയാണ് ഇവിടെ സൂചിപ്പിക്കുക. ഒന്നാമത് തെത്രാ സിലബിക് അല്ലെങ്കിൽ ക്വാത്രോ സിലബിക് എന്ന് പറയാറുണ്ട്. ലൈൻ ഓഫ് വേഴ്സ് ഓഫ് 4 syllables. 4 സിലബിളുകൾ, 4 സ്വരാക്ഷരങ്ങൾ വീതമുള്ള വരികൾ. അത്തരത്തിലുള്ള കീർത്തനങ്ങൾ തെത്രാ സിലബിക് ശൈലിയിൽ ആദ്യമായി എഴുതിയത് ബർദൈസാൻ്റെ പുത്രനായ ഹർമോണിയസ് ആണെന്നാണ് വിശ്വസിക്കപ്പെടുക. രണ്ടാമത്തെ അളവ് എന്ന് പറയുന്നത് പെൻറ്റാസിലബിക്കാണ്. പെൻറ്റാസിലബിക് ഒരു വരിയിൽ 5 സ്വരാക്ഷരങ്ങൾ വരുന്ന രീതിയിൽ എഴുതുന്ന കീർത്തനമാണ് പെൻറ്റാസിലബിക്. ഈ ശൈലി ആദ്യം ഉപയോഗിച്ചത് AD 179 ക്രിസ്തുമതത്തിലേക്ക് ചേർന്ന ബർദൈസാനാണെങ്കിലും പാശ്ചാത്യ സുറിയാനി പാരമ്പര്യത്തിൽ ആദ്യമായി പെൻറ്റാസിലബിക്കിൽ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയത് മാർ ബാലായിയാണ്. നമ്മൾ നേരത്തെ ബാലായിയെ പറ്റി കാണുകയുണ്ടായി.
പാലായുടെ പെൻറ്റാസിലബിക്കിൽ ഉള്ള ബൗസ നമുക്കെല്ലാവർക്കും ഏറെ പരിചിതമാണ്. പാലായുടെ നിരവധി ബൗസാകൾ നമ്മുടെ ആരാധനാക്രമത്തിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതിൽ വളരെ പരിചിതമായ ഒന്നാണ് കരുണ നിറഞ്ഞവനെ പുനരുത്ഥാനത്തിൽ നിന്നുടെ സൃഷ്ടിയ നീ പുതുതാക്കിയിടണമേ. പെൻറ്റാസിലബിക്കാണ്. ഒരു ലൈനിൽ തന്നെ 5 സ്വരാക്ഷരങ്ങൾ മാത്രം നിലകൊള്ളുന്ന വരികൾ. അത് ബാലായുടെ ഒരു പ്രത്യേകതയാണ്. മലയാളത്തിൽ നമ്മൾ സിലബിൾ എണ്ണി നോക്കുമ്പോൾ സിലബിൾ കൂടുതലായിട്ട് വരും. പക്ഷേ സുറിയാനി സഭാപിതാക്കന്മാർ സുറിയാനിയിലാണ് എഴുതിയെന്നുള്ളത് നമ്മളെപ്പോഴും ഓർക്കണം. അദ്ദേഹത്തിൻ്റെ കീർത്തനം ഇതാണല്ലോ, ഹാദസ് പ്ലേ റഹമേ ബ്രീത്തുകുബ്നു ഹോമോ. ഹാദസ് ലെ റഹ്മേ 5 സിലബിൾ. ബ്രീ തൊക് നു ഹോ മോ 5 സിലബിൾ. അപ്പം 5 സ്വരാക്ഷരങ്ങൾ, 5 സിലബിൾ മാത്രം വരുന്ന വരികൾ. അതാണ് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളുടെ, പ്രത്യേകിച്ചും ബോസുകളുടെ പ്രത്യേകത. മറ്റൊരു അളവിലുള്ള കീർത്തനം ഹെപ്താസിലബിക്കാണ്. ഹെപ്താസിലബിക്ക് 7 സിലബിളുകൾ, 7 സ്വരാക്ഷരങ്ങൾ ഒരേ വരിയിൽ വരുന്ന കീർത്തനങ്ങളെയാണ് ഹെപ്താസിലബിക്ക് എന്ന് പറയുക. മാർ അപ്രേമിൻ്റെ കീർത്തനങ്ങൾ പ്രധാനമായും ഹെപ്താസിലബിക്കിലാണ്. നമുക്ക് വളരെ പരിചിതമായ ഗീതമാണല്ലോ, കർത്താവേ കൃപ ചെയ്യണമേ കൈക്കൊണ്ടടിയാരുടെ കർമ്മം എന്ന കീർത്തനം. അത് അപ്രേമിൻ്റെ ബൗസയാണ്. മോറാൻ എസ്രാഹാം അലൈൻ മോറാൻ കാബൽ തെഷ്മെസ്താൻ. മോറാൻ എസ് റാ ഹാ മേ ലൈൻ 7 സിലബിൾ. മോറാൻ കാബൽ തെഷ്മെസ്താൻ 7 സിലബിൾ. അപ്പോൾ കൃത്യം 7 സിലബിൾ മാത്രം. അതിൻ്റെ മലയാള പരിഭാഷയാണല്ലോ കർത്താവേ കൃപ ചെയ്യണമേ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മലയാള പരിഭാഷയുടെ സിലബിളുകൾ നമ്മൾ എണ്ണിയാൽ ചിലപ്പം അത് കറക്റ്റ് ആയിരിക്കുകയില്ല. അവരെഴുതിയ അതേ ഭാഷയിൽ, സുറിയാനി ഭാഷയിലുള്ള സിലബിക് ആണ് നമ്മൾ പറയുക. അപ്പോൾ ഹെപ്താസിലബിക് എന്ന് പറയുന്നത് മാർ അപ്രൈമിൻ്റെ കീർത്തനങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. 4ാമത്തെ ഗണത്തിൽ വരുന്ന മറ്റൊരു അളവിലുള്ള ഗീതങ്ങളാണ് ദോദക്കാസിലബിക്. ദോദക്കാസിലബിക് ഊനോ ദുവേ ത്രേ ക്വാത്രോ ചിങ്ക്വെ സെയ് സെത്തെ ഒത്തോ നോവെ ദിയേച്ചി ഉന്തിച്ചി ദോദിച്ചി. ദോദക്ക 12 സിലബിളുകൾ, 12 സ്വരാക്ഷരങ്ങൾ ഒരു വരിയിൽ വരുന്നതിനെയാണ് ദോദക്ക സിലബിക്ക് എന്ന് നമ്മൾ പറയുക. സാറൂഖിലെ യാക്കോവിൻ്റെ ബോസ അല്ല, നമ്മുടെ യാക്കോവിൻ്റെ ബോസകൾ ധാരാളം നമ്മുടെ എല്ലാ പെരുന്നാളുകൾക്കും കുദാശകൾക്കും നമ്മുടെ യാമനമസ്കാരങ്ങൾക്കും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. യാക്കോവിൻ്റെ ബോസാകളുടെ എല്ലാം പ്രത്യേകത ദോദക്ക സിലബിക്കാണെന്നുള്ളതാണ്. നമ്മൾ വളരെ പരിചിതമായ ഗീതങ്ങളാണല്ലോ. ഉടയോന്നാഥ വിളിക്കുന്നടിയാർ തുണയ്ക്കായി വന്നി യാചന കേട്ടി ആത്മാക്കൾ മേൽ കൃപ ചെയ്യണമേ. അത് യാക്കോവിൻ്റെ ബോസയാണ്. കോറേനല്ലോ മോറിയോ മോറാൻ തോലുദറോനാൻ സ്മാബോസാൻ വാബദുറഹമേ അൽ നബിശോസാൻ. 12 സിലബിൾ. കോ റേ നെൻ ലോക് മോറി യോ മോ റാൻ തോൽ ഉദ് റോ നാൻ 12. സ്മാ ബോ വു സാൻ വാ ബദ് റഹ് മേ അൽ നഫ് ഷോ സാൻ 12 സിലബിൾ. അപ്പം വളരെ കൃത്യമായ അളവിലാണ് ഈ കീർത്തനങ്ങളൊക്കെ രചിക്കപ്പെട്ടിരിക്കുക. ഈ അളവിലുള്ള തെത്രാസിലബിക്ക് അല്ലെങ്കിൽ ക്വാത്രോസിലബിക്ക് എന്ന് പറയുന്ന 4 സ്വരാക്ഷരങ്ങളുടെ വരികൾ, പെൻറ്റാസിലബിക്ക് 5 സ്വരാക്ഷരങ്ങൾ വരുന്ന വരികൾ, ഹെപ്താസിലബിക്ക് 7 സ്വരാക്ഷരങ്ങൾ വരുന്ന വരികൾ, ദോദക്കാസിലബിക്ക് 12 സ്വരാക്ഷരങ്ങൾ വരുന്ന കീർത്തനങ്ങൾ. പ്രധാനമായിട്ടും സുറിയാനി സഭാപിതാക്കന്മാർ ഇപ്രകാരമുള്ള അളവുകളിലാണ് കീർത്തനങ്ങൾ രചിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിൽ മാത്രമേ അവർ രചിച്ചിട്ടുള്ളൂ എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. നിരവധി അളവുകളിലുള്ള കീർത്തനങ്ങൾ അവർ രചിച്ചിട്ടുണ്ട്. പക്ഷേ പ്രധാനമായിട്ടുമുള്ള 4 അളവുകളെ പറ്റിയാണ് നമ്മൾ ഇവിടെ സൂചിപ്പിച്ചത്. മേൽപ്പറഞ്ഞ 4 ഗണത്തിലുള്ള അളവുകൾ നാം മലയാള പരിഭാഷയിലെ ഗാനങ്ങളിലല്ല കണ്ടെത്തുന്നത്, മറിച്ച് സുറിയാനിയിൽ ഉള്ള ഗീതങ്ങളിലാണ് അത് കൃത്യമായി ആ അളവ് കണ്ടെത്തുന്നത് എന്ന് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾ കാണുവാനായിട്ട് പോകുന്ന മലങ്കര ആരാധനക്രമത്തിൽ വിവിധ അളവുകളിലും രൂപങ്ങളിലുമുള്ള പ്രധാന സുറിയാനി കീർത്തനങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ തിരുക്കർമ്മങ്ങളിൽ, ആരാധനക്രമത്തിൽ, അത് യാമനമസ്കാരമായി നമ്മൾ ഉപയോഗിക്കുന്ന പെങ്കിയുസ്വായിലാണെങ്കിലും
ശീമോ പ്രാർത്ഥനകളിലാണെങ്കിലും കൂദാശകളുടെ പ്രാർത്ഥനകളിലാണെങ്കിലും പെരുന്നാളുകളുടെ പ്രാർത്ഥനകളിലാണെങ്കിലും ഒക്കെ വിവിധ അളവുകളിലും രൂപങ്ങളിലും ഉള്ള നിരവധി സുറിയാനി കീർത്തനങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഓരോ ഗീതത്തിൻ്റെയും മുകളിൽ ഒരു റെഡ് കളറിൽ, ചുവപ്പ് കളറിൽ അതേത് ടൈപ്പ് ഓഫ് സോങ് ആണ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ കൂക്കോയ ആണെങ്കിൽ ആ ഗീതം തുടങ്ങുന്നതിന് മുകളിൽ കൂക്കോയ എന്ന് എഴുതിയിട്ടുണ്ട്. എക്ബോ ആണെങ്കിൽ ആ ഗീതത്തിന് മുകളിൽ എക്ബോ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് ടൈപ്പ് ഓഫ് സോങ് ആണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്ന രീതിയിൽ ആ ഗീതങ്ങളെല്ലാം നിർവചിച്ച് വച്ചിട്ടുണ്ട്. ഒന്നാമതായി എനിയോനോ. എനിയോനോ എന്ന വാക്കിൻ്റെ അർത്ഥം പ്രത്യുത്തരം അല്ലെങ്കിൽ പ്രതിവാക്യം. പ്രാർത്ഥനയുടെ പ്രതിവാക്യം പോലെ ചൊല്ലുന്ന ഗീതമാണ് എനിയോനോ. സങ്കീർത്തന വചനങ്ങളും അപേക്ഷാ സ്വഭാവവും ഉൾക്കൊള്ളുന്നതാണ് എനിയോനോ. ഞാൻ താഴെ പറയാൻ പോകുന്ന എല്ലാ ഗീതങ്ങൾക്കുമുള്ള ഉദാഹരണങ്ങളും സൂചിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എനിയോനോ നമ്മൾ നമ്മുടെ തിരുക്കർമ്മങ്ങളിൽ വിവിധ സന്ദർഭങ്ങളിലായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. മാമോദീസായുടെ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന യൂഹാനോ ഞെട്ടി യോർദാൻ വിറപൂണ്ടു എന്നത് എനിയോനോ ആണ്. അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ സമയത്ത് നമ്മൾ പാടുന്ന ആദിമനീതിജ്ഞരെ വാഴ്ത്തിയ ദൈവം തൻ എന്ന ഗീതവും എനിയോനോ ആണ്. മറ്റൊരു സുറിയാനി കീർത്തനമാണ് കോലോ. കോലോ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ശബ്ദം എന്നാണ്. സുറിയാനി സംഗീതത്തിൽ കോലോ എന്ന് പറഞ്ഞാൽ ഒരു ഈണം അല്ലെങ്കിൽ ട്യൂൺ എന്നാണ്. അപ്പം പ്രത്യേക രീതിയിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഗീതമാണ് കോലോ. അതായത് ദീർഘമായ ഒരു ഗീതത്തിൻ്റെ വിവിധ പാദങ്ങൾ ഓരോന്നും ഒരേ ഈണത്തിൽ ചിട്ടപ്പെടുത്തി ചേർത്ത് വച്ചിരിക്കുകയാണ്. സുറിയാനി സംഗീതത്തിൻ്റെയും ആരാധനയുടെയും അവിഭാജ്യ ഘടകമാണ് കോലോ. ധാരാളം കോലോ നമുക്ക് നമ്മുടെ ആരാധനാക്രമത്തിലുണ്ട്. ഉദാഹരണത്തിന് മാമോദീസായിൽ കേൾപ്പിൻ ജാതികളെല്ലാമേ ഹാലേലൂയ. വിവാഹത്തിൽ നമ്മൾ പാടുന്ന പതിവൃതയാം പരിപാവന സഭേ വാനോൻ കാന്തൻ വരണം ചെയ്തു എന്നത് കോലോയാണ്. മൂന്നാമത്തെ ഒരു സുറിയാനി ഗീതമാണ് മെമ്രാകൾ. ആത്മീയ ഉപദേശങ്ങൾ, പ്രസംഗങ്ങൾ എന്നാണ് എൻ്റെ അർത്ഥം. ഗദ്യത്തിലും പദ്യത്തിലും മെമ്രാകൾ രചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ 7 സ്വരാക്ഷരങ്ങളിലുള്ള പദ്യരൂപത്തിലാണ് മെമ്രാകൾ കൂടുതലും രചിക്കപ്പെട്ടിട്ടുള്ളത്. മെമ്രാകളിൽ ദൈവശാസ്ത്രപരവും വേദശാസ്ത്രപരവുമായ ധാരാളം ചിന്തകളാണ് പ്രധാനമായും ഉൾക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്നാണ് മദ്രോശോ. നമുക്ക് പരിചയമുള്ളതാണ്. മദ്രോശോ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഉപദേശം, നിർദ്ദേശം, സ്പിരിച്വൽ അഡ്വൈസ് എന്നാണ്. പ്രത്യേകിച്ചും സന്യാസ ജീവിതവും വിശ്വാസ ജീവിതവും നയിക്കുന്നവരുടെ ആത്മീയ ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രത്യേക ഉപദേശങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് മദ്രോശോ. മാറാപ്രയും ധാരാളം മദ്രോശകൾ രചിച്ചിട്ടുണ്ട്. നമുക്ക് വളരെ പരിചിതമായ ധാരാളം മദ്രോശകൾ നമ്മുടെ ആരാധനാക്രമത്തിലുണ്ട്. പുരുഷന്മാരുടെ മതസംസ്കാരത്തിൻ്റെ സമയത്ത് ന്യായാധിപനാഥീശോയേ എന്നതും, അതുപോലെ തന്നെ ജനപ്പെരുന്നാൾ സമയത്ത് തലമുറകൾ തോറും ജനന പെരുന്നാൾ എന്നതൊക്കെ മദ്രോശമാണ്. മറ്റൊരു പ്രധാന സുറിയാനി കീർത്തനമാണ് സൂഗീസോ. മദ്രോശയുടെ രൂപത്തിൽ എഴുതപ്പെട്ടുള്ള സൂഗീസോകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അക്രോസ്റ്റിക് സ്റ്റൈലിലാണ്. അക്രോസ്റ്റിക് സ്റ്റൈലിനെ പറ്റി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഓരോ വരിയും ആരംഭിക്കുന്ന ഒരേ അക്ഷരത്തിലാണ്. അപ്പോൾ സൂഗീസോയുടെ ഒരു പ്രത്യേകത കാര്യങ്ങളെ ഭാവനാത്മകമായും നാടകീയമായും അവതരിപ്പിക്കുന്നു എന്നുള്ളത്. ഒരു ഡ്രമാറ്റിക് പ്രസൻറ്റേഷനാണ്. അതിനെ ഭാവാത്മകമായി അവതരിപ്പിച്ചിരിക്കുകയാണ്. ഉദാഹരണത്തിന് ദുഃഖവെള്ളിയാഴ്ചയിലെ 2 കള്ളന്മാരുടെ സംവാദം, തസ്കര സംവാദം നമുക്ക് പരിചയമുള്ളതാണ്. മനുഷ്യാവതാര ഗീതങ്ങൾ പോലെയുള്ള നിരവധി സൂഗീസോകൾ ജെറുസലേമിലെ സപ്രോണിയാസ് എഴുതിയിട്ടുണ്ട്. നമുക്ക് വളരെ പരിചയമുള്ള സൂഗീസോയാണ് വിവാഹത്തിൻ്റെ സമയത്ത് നമ്മൾ പാടുന്ന സഭയാ തിരുസഭയാമീ ഞാൻ അത്യുന്നതനുടെ മണവാട്ടി. അതുപോലെ തന്നെ പുരുഷന്മാരുടെ മതസംസ്കാരത്തിന് പാടുന്ന ഒരു ഗീതം സോദരരെ കൂടിൻ എന്നെ ഓർത്തിടിൻ എന്ന് തുടങ്ങുന്ന അതും സൂഗീസോയാണ്. മറ്റൊരു സുറിയാനി ഗീതമാണ് മാവൂർബോ. മാവൂർബോ എന്ന് പറഞ്ഞാൽ സ്തുതിപ്പ്, പുകഴ്ത്തൽ, പ്രൈസ്, ഹിം ഓഫ് മാഗ്നിഫിക്കാത്ത്. ദൈവമാതാവിനെക്കുറിച്ചും വിശുദ്ധന്മാരെക്കുറിച്ചും ഒക്കെ ധാരാളം മാവൂർബോകളുണ്ട്. അന്ത്യോക്യയിലെ സേവേറിയോസ്, നമ്മൾ നേരത്തെ അദ്ദേഹത്തെ പറ്റി പറഞ്ഞതാണ്. അന്ത്യോക്യയിലെ സേവേറിയോസ് ധാരാളം മാവൂർബോകൾ രചിച്ചിട്ടുണ്ട്. ജനപ്പെരുന്നാൾ സമയത്ത് നമ്മൾ ചൊല്ലുന്ന മറിയാം പറഞ്ഞെന്തെന്നാൽ എൻ്റെ ദൈവ കർത്താവിനെ പുകഴ്ത്തുന്നു. ദനഹ പെരുന്നാളിൻ്റെ സമയത്ത്
കൃപ നിറഞ്ഞവളും പ്രകാശത്തിൻ്റെ മണവാട്ടിയുമായ അനുഗ്രഹീത മാതാവേ എന്ന് തുടങ്ങുന്ന മാവൂർബോ. അപ്പോൾ മാവൂർബോകൾ നമ്മുടെ ആരാധനക്രമത്തിൽ പല സന്ദർഭങ്ങളിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. മറ്റൊരു സുറിയാനി കീർത്തനമാണ് സൂമോറോ. ലേഖനം വായിക്കുന്നതിന് മുമ്പ് പാടുന്ന ചെറിയ ഗീതമാണ്. നമ്മൾ സാധാരണ വിശുദ്ധ കുർബാനയിൽ ലേഖനം വായിക്കുന്നതിന് മുമ്പ് ഭൂലശേഷമോ പൗലോസ്ലീഹായോ പാടിയാണ് നമ്മൾ ലേഖനം ആരംഭിക്കുക. എന്നാൽ മറ്റു തിരുക്കർമ്മങ്ങളിൽ ഭൂലശേഷമോ പൗലോസ്ലീഹായോ പാടാതെ, അതില്ലാതെ ലേഖനം വായിക്കുന്നതിന് മുമ്പ് പാടുന്ന ഒരു ചെറിയ ഗീതമാണ് സൂമോറോ. അപ്പോൾ സൂമോറോയുടെ ഒരു പ്രത്യേകത സങ്കീർത്തന വചനം കൊണ്ടാണ് അത് തയ്യാറാക്കിയിരിക്കുന്നുള്ളതാണ്. നമ്മൾ ധാരാളം സൂമോറോ പല സന്ദർഭങ്ങളിലായിട്ട് ഉപയോഗിക്കാറുണ്ട്. മാമോദിസായുടെ സമയത്ത് ലേഖനം വായിക്കുന്നതിന് മുമ്പ് നമ്മൾ ഉപയോഗിക്കുന്ന സൂമോറോയാണ് നീർത്തോടിനുമാനുഴലും പോലെ. അതുപോലെ തന്നെ പുരുഷന്മാരുടെ മതസംസ്കാരത്തിൻ്റെ സമയത്തും നമ്മൾ ലേഖനം വായിക്കുന്നതിന് മുമ്പ് നമുക്കൊരു സൂമോറോ ഉണ്ട്. ആദാം നിജമക്കൾക്കേകിയ കാസ. അപ്പോൾ അങ്ങനെ ലേഖനം വായിക്കുന്നതിന് മുമ്പ് മറ്റ് പാട്ടുകൾക്ക് പകരമായി നമ്മൾ ഉപയോഗിക്കുന്നതാണ് സൂമോറോ. മറ്റൊരു സുറിയാനി കീർത്തനമാണ് ഹൂലോലോ. ഹൂലോലോ എന്ന് പറഞ്ഞാൽ ഹാലലുയ ഗീതമാണ്. സുവിശേഷ വായനയ്ക്ക് മുമ്പ് പാടുന്ന ഗീതമാണ് ഹാലലുയ ഗീതം, ഹൂലോലോ. മാമോദിസായ്ക്ക് നമ്മൾ പാടുന്ന ഹൂലോലോയാണ് ഹല്ലേലൂയോ ഹല്ലേലൂയ സോപ്പായാൽ തളിക്കുക നിർമ്മലനാവാൻ എന്ന് തുടങ്ങുന്ന ഹൂലോലോ. അതുപോലെ തന്നെ പുരുഷന്മാരുടെ മതസംസ്കാരത്തിന് മുമ്പ് നമ്മൾ ഉപയോഗിക്കുന്ന ഹൂലോലോ ആണ് ഹല്ലേലൂയോ ഹല്ലേലൂയ നിൻമുഖശോഭ ഇവനിലുതുപ്പിക്കേണം എന്ന് തുടങ്ങുന്ന ഹൂലോലോ. അപ്പോൾ സുവിശേഷ വായനയ്ക്ക് മുമ്പ് നിരവധി സന്ദർഭങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന കീർത്തനത്തിനാണ്, ഹല്ലേലൂയ ഗീതത്തിനാണ് ഹൂലോലോ എന്ന് പറയുക. മറ്റൊരു സുറിയാനി ഗീതമാണ് പെദ്ഗോമോ. അതായത് ഓരോ കോലോ ഗീതവും, നേരത്തെ കോലോയെ പറ്റി പറഞ്ഞു, കോലോ ഗീതങ്ങൾ, ഓരോ കോലോ ഗീതവും ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് അതിൻ്റെ ആരംഭത്തിൽ ചേർത്തിരിക്കുന്ന ഒരു ചെറിയ വചനമാണ് പെദ്ഗോമോ. പെദ്ഗോമോ ബൈബിൾ വാക്യം കൊണ്ടോ സങ്കീർത്തന വചനം കൊണ്ടോ നിർമ്മിക്കപ്പെട്ടുള്ളവയാണ്. അത് കൂടി ചൊല്ലാനാണ്. പലപ്പോഴും പല ആളുകളും അത് വിട്ടിട്ടാണ് കോലോ ചൊല്ലാറുള്ളത്. കോലോയുടെ മുമ്പിൽ അതിൻ്റെ ഒരു കണ്ടൻസ്ഡ് ഫോമായിട്ട് വെച്ചിരിക്കുന്നതാണ് പെദ്ഗോമോ. ആ പെദ്ഗോമോ ഒരു ദൈവവചനം കൊണ്ടോ പ്രത്യേകിച്ചും സങ്കീർത്തന വചനം കൊണ്ടോ നിർമ്മിക്കപ്പെട്ടുള്ളതാണ്. മാമോദിസായുടെ സമയത്ത് നമ്മൾ ചൊല്ലുന്ന ഒരു പെദ്ഗോമമാണ് രാജകുമാരി മഹത്വത്തോടെ നിന്നു. തുടർന്നാണ് നമ്മൾ പാടുന്നത് പാവനയാം സഭയെ ചിറകിൽ എന്ന് തുടങ്ങുന്ന ഗീതം. കോലോയുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഒരു സുറിയാനി കീർത്തനമാണ് പെദ്ഗോമോ. പുരുഷന്മാരുടെ മതസംസ്കാരത്തിൻ്റെ സമയത്തും നമ്മൾ പെദ്ഗോമോ പാടാറുണ്ട്. കർത്താവിൻ്റെ ഭവനത്തിലേക്ക് ഞങ്ങൾ പോകുന്നു എന്ന് പറയുന്ന ആ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം നാഥൻ വന്ന് മൃതരെ ഉയർപ്പിക്കും ശരണം നൽകും എന്ന് തുടങ്ങുന്ന ആ ഗീതം, അതിൻ്റെ തൊട്ടു മുമ്പും ഒരു പെദ്ഗോമോ വെച്ചിട്ടുണ്ട്. നമ്മുടെ യാമപ്രാർത്ഥനകൾ, പ്രത്യേകിച്ച് ശീമോയുടെയും അതുപോലെ തന്നെ ഞായറാഴ്ച നമസ്കാരങ്ങളുടെ കോലോകളുടെയും ഒക്കെ മുമ്പിൽ പെദ്ഗോമോ വെച്ചിട്ടുണ്ട്. അത് ചൊല്ലാൻ വേണ്ടിയാണ്. പലരും അത് ചൊല്ലാതെ നേരെ കോലോയിലേക്ക് കയറാറുണ്ട്. പക്ഷേ കോലോയ്ക്ക് മുമ്പ് ചൊല്ലേണ്ടുന്ന ഒരു ചെറിയ വചനഭാഗമാണ് പെദ്ഗോമോ. മറ്റൊരു സുറിയാനി കീർത്തനം, വളരെ പ്രശസ്തമായ സുറിയാനി കീർത്തനമാണ് കുക്ലിയോൻ. കുക്ലിയോൻ എന്ന് പറഞ്ഞാൽ എ സർക്കിൾ എന്നാണ് അർത്ഥം, വൃത്തം, ഒരു ചക്രം. ആ ഗീതത്തിൻ്റെ മധ്യത്തിൽ ഹാലലുയ ചേർത്താണ് അത് പാടുക. എല്ലാ കുക്ലിയോനും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് സങ്കീർത്തന വചനങ്ങൾ കൊണ്ടാണ്. മധ്യസ്ഥ പ്രാർത്ഥനകളായ ഓരോ കുക്ലിയോനിലും 4 തരത്തിലുള്ള സുറിയാനി ഗീതങ്ങളുണ്ട്. അതുകൊണ്ടാണ് അതിന് സർക്കിൾ എന്ന് പറയുക, ഒരു വൃത്തം. ആ വൃത്തത്തിൽ 4 തരത്തിലുള്ള സുറിയാനി ഗീതങ്ങൾ എന്ന് പറഞ്ഞാൽ 4 തരത്തിലുള്ള സുറിയാനി ഗീതങ്ങൾ കൊണ്ടാണ് ഒരു കുക്ലിയോൻ നിർമ്മിച്ചിരിക്കുക. 1 പെദ്ഗോമോ, 2 യഗ്ബോ, 3 കോലോ, 4 ബോവുസോ. ഈ 4 കീർത്തനങ്ങൾ ചേർത്ത് വെച്ച് നിർമ്മിച്ചതാണ് കുക്ലിയോൻ എന്ന് പറയുക. ഓരോ കുക്ലിയോനും ഓരോ സങ്കീർത്തന വചനം കൊണ്ടാണ് ആരംഭിക്കുക. സങ്കീർത്തനം 45, 9, 11 നിന്നാൾ സ്തുതിയോട് രാജമകൾ എന്ന കുക്ലിയോൻ്റെ അടിസ്ഥാനം. സങ്കീർത്തനം 92, 12, 14 വാക്യങ്ങളാണ് നീതിമാൻ പന പോലെ തളിർത്തിടുമേ എന്ന കുക്ലിയോൻ്റെ അടിസ്ഥാനം. 132 സങ്കീർത്തനം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്
ആചാര്യന്മാരുടെ ഓർമ്മ സമയത്ത് നമ്മൾ പാടുന്ന ചാർത്തുന്നീതിയെ എന്ന കുക്കിലിയോൻ്റെ അടിസ്ഥാനം. വാങ്ങിപ്പോയ വിശ്വാസികളെ അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ ചൊല്ലുന്ന മക്കളിലപ്പൻ എന്ന കുക്കിലിയോൻ്റെ അടിസ്ഥാനം 103 സങ്കീർത്തനം 13-15 വാക്യങ്ങളാണ്. ശ്ലീബായുടെ കുക്കിലിയോനായി നമ്മൾ പാടുന്ന നിന്നാൽ വൈരിയെ വീഴ്ത്തിയിടും ഞങ്ങൾ 44 സങ്കീർത്തനം 5-7 വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പോൾ കുക്കിലിയോൻ എന്ന് പറഞ്ഞാൽ സങ്കീർത്തന വചനങ്ങൾ കൊണ്ട് നിർമ്മിതമായ പെദ്ഗോമോയും, അതിനുശേഷം ഒരു എഗ്ബോയും, അതിനുശേഷം ഒരു കോലോയും, അതിനുശേഷം ബോവുസോയും അടങ്ങുന്ന 4 സുറിയാനി കീർത്തനങ്ങളുടെ ഒരു വൃത്തമാണ്, സർക്കിളാണ് കുക്കിലിയോൻ എന്ന് പറയുന്നത്. മറ്റൊരു സുറിയാനി കീർത്തനമാണ് തക്ശബ്തോ. 11-ാം നൂറ്റാണ്ടിലാണ് തക്ശബ്തോ രചിക്കപ്പെട്ടതെന്ന് കരുതുന്നു. മാനീസായുടെ രൂപത്തിൽ എഴുതപ്പെട്ട സ്തുതിപ്പിൻ്റെ ഗീതങ്ങളാണ് തക്ശബ്തോ. നമ്മുടെ ആരാധനാക്രമത്തിലും നമ്മൾ ധാരാളം തക്ശബ്തോ ഉപയോഗിക്കാറുണ്ട്. പ്രത്യേകിച്ചും പുരുഷന്മാരുടെ മതസംസ്കാരത്തിൻ്റെ സമയത്ത് സ്ഥാനഭ്രംശത്താൽ സൃഷ്ടി അഖിലം ഭ്രമപൂർവം അറിയുമ്പോൾ എന്ന് തുടങ്ങുന്ന ആ കീർത്തനം തക്ശബ്തോ ആണ്. ജീവതനേ മൃതിയാർന്നോരേ ഉദ്ധാനം ചെയ്യിപ്പോൻ എന്ന് തുടങ്ങുന്ന ഗീതവും തക്ശബ്തോ ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട സുറിയാനി കീർത്തനമാണ് ബോവുസോ. ബോവുസോ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അപേക്ഷ, യാചന, റിക്വസ്റ്റ്. ആരാധനക്രമത്തിൽ അപ്രേമിൻ്റെയും ബാലായുടെയും യാക്കോബിൻ്റെയും നിരവധി ബോവുസുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഞാനതേപ്പറ്റി നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതിൻ്റെയൊക്കെ അളവിനെപ്പറ്റി പറഞ്ഞ അവസരത്തിൽ ബോവുസുകളുടെ വിവിധ അളവുകളെപ്പറ്റി സൂചിപ്പിച്ചിരുന്നു. ബോവുസയുടെ ഒരു പ്രത്യേകത അത് വളരെ ആകർഷണീയവും ഹൃദ്യവുമാണെന്നുള്ളതാണ്. വിശുദ്ധ കുർബാനയ്ക്കിടയിൽ നാം പാടുന്ന അൻപുടയോനെ നിൻവാതിൽ എന്ന ബോവുസോയൊക്കെ ആഴമേറിയ ആത്മീയതയുടെയും ദൈവത്തോടുള്ള ഭക്തിയുടെയും തെളിവാണ്. ദൈവത്തിൻ്റെ കരുണയ്ക്കും അനുഗ്രഹത്തിനുമായുള്ള വിശ്വാസിയുടെ അപേക്ഷയാണ് യഥാർത്ഥത്തിൽ ബോവുസോ. ധാരാളം ബോവുസോ നമ്മുടെ ആരാധനയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. വിവാഹത്തിൻ്റെ സമയത്ത് യാക്കോബിൻ്റെ ബോവുസ നമ്മൾ ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണല്ലോ: നാഥ നിന്നുടെ ആർദ്രതയേറും വാതിൽ തുറന്നീ. അപ്പോൾ യാക്കോബിൻ്റെ ബോവുസയുടെ പ്രത്യേകത നമ്മൾ നേരത്തെ കണ്ടതാണ്. ദോദക്കാസലപിക്കാണ്. വളരെ നീട്ടമുള്ള, വളരെ ദൈർഘ്യമുള്ള വരികളാണ് അതിൻ്റേത്. ബാലായുടെ ബോവുസയെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞാണ്. പെൻറ്റാസലപിക്കായിട്ടുള്ള കരുണ നിറഞ്ഞവനെ, ഹാദസ്മുലേ റഹമ്മേ ഒക്കെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. അപ്രേമിൻ്റെ ബോവുസയാണ് ഹെപ്താസലപിക്ക്. 7 സ്വരാക്ഷരങ്ങൾ ഒരു ലൈനിൽ വരുന്ന കർത്താവെ കൃപ ചെയ്യണമേ മോറാൻ എസ്രാഹാം അലൈൻ എന്ന് പറയുന്ന ബോവുസോയും നമുക്ക് വളരെ പരിചിതമാണ്. മറ്റൊരു സുറിയാനി കീർത്തനമാണ് മാനീസ. മാനീസ എന്ന് പറഞ്ഞാൽ മറുപടി പ്രാർത്ഥന, സ്തുതിപ്പിൻ്റെ പ്രാർത്ഥന, ഹിം ഓഫ് പ്രൈസ് എന്നൊക്കെ അതിനെ വിളിക്കാറുണ്ട്. മദ്രോശോയുടെ രൂപത്തിൽ തന്നെയാണ് മാനീസായും എഴുതപ്പെട്ടിരിക്കുക. സങ്കീർത്തന വചനങ്ങൾ കൊണ്ടാണ് മിക്കവാറും എല്ലാ മാനീസകളും രചിക്കപ്പെട്ടുള്ളത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ അന്ത്യോക്യയിലെ മാർ സേവറിയോസ് നിരവധി മാനീസകൾ രചിച്ചിട്ടുണ്ട്. വിശുദ്ധ കുർബാനയുടെ തുടക്ക അവസരത്തിൽ നമ്മൾ ചൊല്ലുന്ന മാനീസ സ്വഭാവപ്രകാരം മരണമില്ലാത്തവനും എന്ന് തുടങ്ങുന്നത് മാർ സേവേറിയോസിൻ്റെ മാനീസയാണ്. സന്ധ്യാപ്രാർത്ഥനയിൽ നമ്മൾ ചൊല്ലുന്ന കർത്താവേ നിൻ്റെ കരുണയും ചെറുകളുടെ നിഴലിൻ കീഴിൽ എന്നത് മാനീസയാണ്. മാമോദിസായുടെ സമയത്ത് നമ്മൾ പാടുന്ന പാടേയൻ തിന്മകളെ കഴുകുക നാഥ മാനീസയാണ്. ഞാൻ യൂദപുരേ ബേത്ലേമിൽ ചെന്നപ്പോൾ ജനപ്പെരുന്നാളിൽ പാടുന്ന ആ കീർത്തനവും മാനീസയാണ്. മാനീസ നമുക്ക് വളരെ പരിചയമുള്ള ഒരു സുറിയാനി കീർത്തനമാണ്. നമ്മുടെ ആരാധനാക്രമത്തിൽ നിരവധി മാനീസ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. മറ്റൊരു സുറിയാനി കീർത്തനമാണ് എഗ്ബോ. ചരണം, പാദം എന്ന് അതിനെ വിളിക്കാറുണ്ട്. ഓരോ കോലോയുടെയും മുമ്പിൽ ഒരു എഗ്ബോ ഉണ്ടാവും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഓരോ കോലോയുടെയും മുമ്പിൽ ഒരു പെദ്ഗോമോ, ആ കോലോയ്ക്ക് തൊട്ടു മുമ്പിൽ ഉള്ളതുപോലെ തന്നെ കോലോയുടെ മുമ്പിൽ വെച്ചിട്ടുള്ള മറ്റൊരു സുറിയാനി കീർത്തനമാണ് എഗ്ബോ. എഗ്ബോയുടെ പ്രത്യേകത തുടർന്ന് വരുന്ന കോലോയുടെ ഒരു സംഗ്രഹമാണ് എഗ്ബോയിൽ നമ്മൾ കാണുക. അതാത് ദിവസത്തിൻ്റെയും വിശേഷ ദിവസത്തിൻ്റെയും സന്ദേശം ഉൾക്കൊള്ളുന്നതാണ് എഗ്ബോ. വിവാഹത്തിൻ്റെ സമയത്ത് നമ്മൾ പാടുന്ന എഗ്ബോ ആണ്. ഉപമകളാൽ ശ്ലേമോൻ ചൊന്നാനേവം എന്ന് തുടങ്ങുന്നത് എഗ്ബോയാണ്. അല്ലെങ്കിൽ മതസംസ്കാരത്തിൻ്റെ സമയത്ത് ഉത്തമനെ കരുണാപൂർണ ഭക്തര വിധി ചെയ്തിടരുതേ എന്ന് തുടങ്ങുന്നതുമൊക്കെ എഗ്ബോ ആണ്. ധാരാളം എഗ്ബോ നമ്മൾ ആരാധനാക്രമത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. മറ്റൊരു സുറിയാനി കീർത്തനമാണ് ഹൂത്തോമോ.
കൺക്ലൂഡിംഗ് പ്രയർ, സമാപന പ്രാർത്ഥന, സമാപന ഗീതം, ഓരോ തിരുക്കർമ്മവും അവസാനിപ്പിക്കുന്നതിന് മുമ്പുള്ള ഒരു പ്രാർത്ഥനയോ ഗീതമോ ആണ് ഹൂത്തോമോ എന്ന് പറയുക. വിവാഹത്തിൻ്റെ സമയത്താണെങ്കിൽ ഒരു പ്രാർത്ഥനയാണ്. ദൈവം അംഗീകരിച്ച ഈ കർമ്മത്തിന് സാക്ഷികളാകുവാൻ ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ എന്ന് പറയുന്ന ആ പ്രാർത്ഥന ഹൂത്തോമോയാണ്. വിശുദ്ധ കുർബാനയുടെ അവസാനം നമ്മൾ ഹൂത്തോമ പാടാറുണ്ട്. നിരവധി ഹൂത്തോമകൾ നമ്മുടെ തക്സായിൽ കാലത്തിനനുസരിച്ച്, ദിവസങ്ങളുടെ പ്രാധാന്യമനുസരിച്ച്, തിരുനാളുകൾക്കനുസരിച്ചുള്ളത് നമ്മൾ ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. ധാരാളം ഹൂത്തോമോ സാധാരണ എപ്പോഴും വിശുദ്ധ കുർബാനയിൽ സാധാരണ ദിവസങ്ങളിലൊക്കെ പാടുന്നതാണ്. വാഴ്ത്തുക ഞങ്ങളെ സർവേശ, കാക്കണമേ സൃഷ്ടാവേ. അത്തരത്തിലുള്ള ധാരാളം ദൈർഘ്യമേറിയതും ഹ്രസ്വവുമായിട്ടുള്ള ഹൂത്തോമകൾ വിശുദ്ധ കുർബാനയിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ കീർത്തനങ്ങളെപ്പറ്റി പറഞ്ഞപ്പോൾ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ള ചില സാമ്പിളുകൾ, ഏതാനും ചില സാമ്പിളുകളാണ്, മാതൃകകളാണ്. അതല്ലാതെ ധാരാളം കീർത്തനങ്ങൾ പല ശുശ്രൂഷകളിലും പ്രാർത്ഥനകളിലും കുദാശകളിലും പെരുന്നാളിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഏതാനും ഉദാഹരണങ്ങൾ മാത്രം സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ.